نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إنما يخشى الله من عباده العلماء ആദരണീയരായ വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവൻ്റെ നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ദീൻ്റെ പേരിൽ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് റമളാൻ പൂർത്തീകരിക്കുകയും അതുപോലെ തന്നെ ഈദുൽ ഫിത്തർ ആഘോഷിച്ചുകൊണ്ട് അതിനുശേഷമുള്ള ഒരു വെള്ളിയാഴ്ച ഖുതുബയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു നമ്മുടെ നോമ്പും നമ്മുടെ സക്കാത്തും സദഖകളും നമ്മുടെ മുഴുവൻ അമലു സ്വാലിഹാത്തും നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടുകൂടി പഠിപ്പിച്ച വിഷയമാണ് അവസാന കാലഘട്ടമാകുമ്പോൾ മതപരമായ വിജ്ഞാനങ്ങൾ, അറിവുകൾ, പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെപ്പറ്റി അറിവുള്ള, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെപ്പറ്റി അറിവുള്ള, ദീനിയായ കാര്യങ്ങളെപ്പറ്റി ജനങ്ങൾ സംശയം ചോദിച്ചാൽ പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ അവകൾക്ക് മറുപടി നൽകാൻ കഴിയുന്ന ഒരു കൂട്ടം ആളുകൾ എല്ലാ സമൂഹങ്ങളിലും ഉണ്ടാകണം, എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകണം.
എന്നാൽ പ്രവാചകൻ പറയാണ് അങ്ങനെ ഒരു വിഭാഗം വളരെ കുറഞ്ഞു വരും. ഖിയാമത്ത് നാളിനോട് അടുക്കുന്ന സമയത്ത് ദീനിനെ പറ്റി അറിയുന്ന പഠിക്കുന്ന ആളുകൾ വളരെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് സ്വഹാബികളെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ജിഹാദ് എന്നുള്ളത് നമ്മുടെ മക്കൾക്ക്, അതുപോലെ തന്നെ നമ്മളെല്ലാവരും പരിശുദ്ധ ദീനിനെ പറ്റി പഠിക്കാൻ തയ്യാറാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് പരിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്തത് സാധാരണ രീതിയിലായിരുന്നില്ല. തജ്വീദിന്റെ നിയമങ്ങൾ അനുസരിച്ച് ഓരോ ഹർഫും ഓരോ അക്ഷരങ്ങളും എങ്ങനെ ഉച്ചരിക്കണം, ഏത് രീതിയിൽ പാരായണം ചെയ്യണം, ആ രീതിയിലായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തത്. നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ എന്ന നിലയിൽ ഏറ്റവും ആദ്യമായി പരിശുദ്ധ ഖുർആൻ തജ്വീദ് അനുസരിച്ച് പഠിക്കാൻ, അതല്ലെങ്കിൽ പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അൽഹംദുലില്ലാ, നമ്മൾ വിജയിച്ചു. ഇനി അതല്ല, പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിൽ ദീനിയായ വിഷയങ്ങൾ പഠിക്കുന്നിടത്ത് നമ്മുടെ ബിസിനസ്സും മറ്റു കാര്യങ്ങളും നമുക്ക് തടസ്സമാകുന്നുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ റമളാനോടുകൂടി ഒരുപാട് ദീന് പഠിക്കാനും കേൾക്കുവാനും മനസ്സിലാക്കുവാനും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാനൊക്കെ നമ്മൾ സമയം കണ്ടെത്തിയിരുന്നു. തുടർന്ന് അങ്ങോട്ടും ആ രീതിയിൽ പരിശുദ്ധ ദീനിനെ പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. മതപരമായ വിജ്ഞാനം, അറിവ് എന്നുള്ളത് എല്ലാ മുസ്ലിങ്ങളുടെ മേലും ഫരീളത്തുൻ, അത് നിർബന്ധ ബാധ്യതയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നതിന് മുമ്പ് അതെങ്ങനെ നിർവഹിക്കണമെന്ന് പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ ബുഖാരി എന്ന ഏറ്റവും വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥം, അതിൽ അദ്ദേഹം ഒന്നാമതായി കൊണ്ടൊരു ശീർഷകം, ഒരു തലവാചകം നൽകിയിട്ടുള്ളത് അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമൽ, വാക്കിന്റെയും പ്രവൃത്തിയുടെയും മുന്നോടിയായിക്കൊണ്ട് ഇൽമ്, വിജ്ഞാനം എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കേവലം ഇബാദത്തുകൾ നിർവഹിക്കുക എന്നുള്ളതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമുക്കറിയാം, പ്രവാചകൻ ഒരിക്കൽ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു സ്വഹാബി കടന്നു വരികയാണ്. അദ്ദേഹം ഒറ്റക്കാണ്, ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞിട്ടുണ്ട്. ആ വ്യക്തി വന്നുകൊണ്ട് നമസ്കരിച്ചു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വിളിക്കുകയാണ്. നമസ്കാരത്തിന് ശേഷം സലാം വീട്ടിയ സ്വഹാബി അടുത്തേക്ക് വിളിച്ചു പറയാണ്, ഇർജിഅ, നീ മടങ്ങണം. സുമ്മ തവല്ല, വീണ്ടും വുളു എടുക്കണം. സുമ്മ സ്വല്ലി, പിന്നീട് നീ വീണ്ടും നമസ്കരിക്കൂ. ആ വ്യക്തിക്ക് പ്രവാചകൻ നൽകുന്ന മറുപടിയാണ്. അദ്ദേഹം പ്രവാചകന്റെ വാക്ക് കേട്ടുകൊണ്ട് തിരിച്ചു മടങ്ങി വുളു എടുത്തു വരികയാണ്. രണ്ടാമതും പരിപൂർണമായി നമസ്കരിച്ച ശേഷം പ്രവാചകൻ പറയാണ്, ഇർജി സുമ്മ തവല്ല, സുമ്മ തവല്ല, നീ മടങ്ങിപ്പോകണം, വുളു എടുത്തു വന്ന് വീണ്ടും നമസ്കരിക്കണം. 3 തവണയും ഈ രൂപത്തിൽ പ്രവാചകൻ മടങ്ങാൻ ആവശ്യപ്പെട്ടാണ്. 3-ാം തവണയും നമസ്കരിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞ് പ്രവാചകൻ മടക്കി അയച്ച സമയത്ത് അസ്ഹാബി പ്രവാചകൻ അടുക്കൽ വന്നുകൊണ്ട് പറയാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് നമസ്കരിക്കാൻ ഈ രൂപത്തിലാണ് അറിയുക. എന്താണ് വീഴ്ച സംഭവിച്ചത്, എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് താങ്കൾ പറഞ്ഞു തരണം. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മറുപടി, ദിർഹമുൻ, ഒരു ദിർഹമിന്റെ ഭാഗം, ഒരു നാണയത്തിന്റെ ഭാഗം നിന്റെ കാലിന്റെ ഞെരിയാണിയുടെ ഭാഗത്ത് വുളു എടുത്തത് വെള്ളം തട്ടാതെ നനയാതിരുന്നിട്ടുണ്ട്. നമ്മുടെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, വുളു എന്നുള്ളത് മിഫ്താഹുസ് സ്വലാ, നമസ്കാരത്തിന്റെ താക്കോലാണ് വുളു എന്നുള്ളത്. ആ വുളു ശരിയാകാതെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് പഠിപ്പിക്കുകയാണ്. സ്വഹാബിക്ക് അവിടെ വെച്ചുകൊണ്ട് പ്രവാചകൻ അറിവ് പകർന്നു നൽകുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ വുളുവും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായി കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. പ്രവാചകൻ പറഞ്ഞത് എങ്ങനെയാണ്, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിച്ചത് എപ്രകാരം നിങ്ങൾ കണ്ടുവോ ആ രൂപത്തിൽ നിങ്ങൾ നമസ്കാരം നിർവഹിക്കണം എന്ന. നോമ്പിന്റെ വിഷയം അങ്ങനെ തന്നെയാണ്. പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ തസഹറു, പ്രവാചകൻ പറഞ്ഞല്ലോ, അത്താഴം കഴിക്കണം, അത്താഴം കൊണ്ട് ആരംഭിക്കണം. അതുപോലെ തന്നെ ഇഫ്താർ, നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കണം, ഇതൊക്കെ പ്രവാചകൻ അധ്യാപനമുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇബാദത്തിന്റെ വിഷയത്തിൽ നമ്മൾ കുറച്ചുകൂടി പഠിക്കാൻ തയ്യാറാവണം. ഈ റമളാൻ നമുക്കൊരു അവസരമായിരുന്നു. പല ആളുകളും വിജ്ഞാനമായിക്കൊണ്ട് അല്ലെങ്കിൽ വൈജ്ഞാനികമായിക്കൊണ്ട് അറിവ് തേടാൻ മത്സരിക്കുന്ന കൂട്ടത്തിലായിരുന്നു. ക്ലാസ്സുകളിൽ പങ്കെടുക്കും, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും, ദീനിയായ കാര്യങ്ങൾക്ക് വളരെയധികം
പരിഗണന നൽകിയ ആളുകളായിരുന്നു. കച്ചവടത്തിന്റെ വിഷയവും അവരുടെ ജോലി തിരക്കൊക്കെ അല്പസമയം അതിനൊക്കെ മാറ്റിവെച്ച് ഇല്ലാത്ത സമയം ഉണ്ടാക്കി പല ആളുകളും ദീന് പഠിക്കാൻ വേണ്ടി തയ്യാറായിരുന്നു. പ്രിയമുള്ളവരെ, റമളാൻ കഴിഞ്ഞു, ഈദുൽ ഫിത്തർ നമ്മൾ ആഘോഷിച്ചു, തുടർന്ന് അങ്ങോട്ടും ദീന് പഠിക്കുന്നവരായി നമ്മൾ മാറണം. അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞല്ലോ, ഒരിക്കൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലേക്ക് വയോവൃദ്ധനായ ഒരു പിതാവ് കടന്നു വരികയാണ്. പ്രായത്തിന്റെ ആധിക്യം കൊണ്ട് നടക്കാൻ കഴിയുന്നില്ല, ക്ഷീണിതനായിക്കൊണ്ട് കടന്നു വരികയാണ്. എന്നിട്ട് വിളിക്കുന്നുണ്ട്, യാ അമീറൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ നേതാവേ, എൻ്റെ മകൻ എന്നെ പരിഗണിക്കുന്നില്ല, പരിചരിക്കുന്നില്ല, എനിക്ക് വേണ്ട ഒരു കാര്യം അവൻ നിർവഹിക്കുന്നില്ല. ആ സമയത്ത് മകനെ വിളിപ്പിക്കുകയാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് പ്രായമെത്തിയ പിതാവിനെ പരിചരിക്കാത്തത്, പരിഗണിക്കാത്തത്? മാതാപിതാക്കളെ പരിഗണിക്കുന്നതിലും പരിചരിക്കുന്നതിലുമാണ് നമ്മുടെ സ്വർഗമുള്ളത്. ആ സമയത്ത് ഈ മകൻ നൽകിയ ഒരു മറുപടി, യാ അമീറൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ നേതാവേ, എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് താങ്കളോട്. ഒരു ഉപ്പക്ക് തൻ്റെ മക്കളോടുള്ള ബാധ്യത ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടോ? എന്തെങ്കിലും പ്രത്യേക ബാധ്യത ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ടോ? വല്ല കടമകളുമുണ്ടോ? തിരിച്ച് താങ്കൾ പറഞ്ഞല്ലോ, ഉപ്പയെ പരിഗണിക്കണം, പരിചരിക്കണം, അദ്ദേഹത്തിന് ചിലവ് നൽകണം, അങ്ങനെ വല്ല വിഷയമുണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു പറയണം, 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ ഒന്നാമത് പറഞ്ഞ വിഷയം, തൻ്റെ മക്കൾക്ക് ദീനിയായ ഒരു ഉമ്മയെ നൽകുക എന്നുള്ളത് പിതാവിന്റെ ബാധ്യതയാണ്. ഒന്നാമത്തെ വിഷയം, വിവാഹം കഴിക്കുമ്പോൾ ഏറ്റവും ദീനിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ ആ പ്രകാശം മക്കളിലൂടെ പ്രതിഫലിക്കും. ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി കൃത്യമായി ലഭിച്ചു. രണ്ടാമത് പറയാണ്, തൻ്റെ മക്കൾക്ക് കൃത്യമായി ഏറ്റവും നല്ല ഇസ്ലാമികമായ പേരിടുക എന്നുള്ളത് ഉപ്പയുടെ ബാധ്യതയാണ്, അത് വാപ്പയുടെ ബാധ്യതയാണ്. മൂന്നാമത് പറഞ്ഞത്, തൻ്റെ മക്കൾക്ക്, അത് തൻ്റെ മക്കൾ ആൺമക്കളായിക്കൊള്ളട്ടെ പെൺമക്കളായിക്കൊള്ളട്ടെ, അവർക്ക് ദീനിയായി പഠിക്കാനുള്ള അവസരം അദ്ദേഹം ചെയ്തു കൊടുക്കണം. പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ ഉമ്മയെ അനുസരിക്കണം, ഉപ്പയെ ആദരിക്കണം. സമൂഹത്തിൽ ഇടപെടുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി ഇടപെടണം. വസ്ത്രത്തിന്റെ വിഷയം, ദീനിയായ കാര്യങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കാൻ, പഠിപ്പിച്ചു കൊടുക്കാനുള്ള അറിവില്ലെങ്കിലും പഠിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം. അദ്ദേഹം പറഞ്ഞത്, ഈ 3 കാര്യങ്ങളിലും എൻ്റെ പിതാവിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത് പറഞ്ഞത്, എനിക്ക് എൻ്റെ ഉപ്പ നൽകിയ, അതല്ലെങ്കിൽ എൻ്റെ ഉപ്പ വിവാഹം കഴിച്ച് ഉമ്മയായി നൽകിയത് അഗ്നി ആരാധകയായ മജൂസിയായ ഒരു സ്ത്രീയാണ്, മുസ്ലിമത്തല്ല. അതുകൊണ്ട് ആ ഉമ്മയിൽ നിന്ന് ദീനിയായിക്കൊണ്ട് ഉപ്പയെ ആദരിക്കണമെന്നോ ബഹുമാനിക്കണമെന്നോ സംരക്ഷിക്കണമെന്നോ ഒന്നും എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടില്ല. ഒന്നാമത്തെ വീഴ്ച. രണ്ടാമത് പറഞ്ഞത്, എനിക്ക് അദ്ദേഹം പേര് നൽകിയത് വളരെ മോശം അർത്ഥം വരുന്ന ഒരു പേരാണ്. തൻ്റെ മക്കൾക്ക് ഏറ്റവും നല്ല അർത്ഥവത്തായ പേരിടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം പറഞ്ഞപ്പോൾ അത് നൽകിയിട്ടില്ല. രണ്ടാമത്തെ വിഷയത്തിൽ വീഴ്ച സംഭവിച്ചു. മൂന്നാമത്തെ വിഷയമാണ് നമ്മുടെ ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ടത്. ആ മകൻ പറയാണ്, അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് ഒരു ഹർഫ് പോലും, ഒരു അക്ഷരം പോലും പഠിപ്പിക്കാനോ അല്ലെങ്കിൽ പഠിക്കാനുള്ള അവസരം എൻ്റെ ഉപ്പ നൽകിയിട്ടില്ല. ഈ മറുപടി കേട്ട ശേഷം ആ പിതാവിലേക്ക് നോക്കിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, മക്കൾക്ക് നൽകേണ്ട ബാധ്യത നൽകാതെ, അവരിൽ നിന്ന് അവകാശം, അതല്ലെങ്കിൽ അവരെന്നെ പരിഗണിക്കുന്നില്ല, പരിചരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരേണ്ടതില്ല എന്ന് പറഞ്ഞോട് പറഞ്ഞയക്കാണ്. പ്രിയമുള്ളവരെ, സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ മക്കൾക്ക് ദീനി വിദ്യാഭ്യാസം നൽകണം. കേവലം മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമല്ല നമ്മുടെ മക്കൾ പഠിക്കേണ്ടത്. നമ്മുടെ പള്ളിയിലൊക്കെ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. മതവിദ്യാഭ്യാസം മദ്രസയിലൂടെ പഠിച്ച് അതിനുശേഷവും മദ്രസ കഴിഞ്ഞ ആളുകൾക്ക് പരിശുദ്ധ ഖുർആനെ പറ്റി പഠിക്കാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപ്പയെയും ഉമ്മയെയും ആദരിക്കാനും ബഹുമാനിക്കാനും പറഞ്ഞിട്ടുണ്ട് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി പഠിക്കാനുള്ള അവസരം നൽകണം. അവിടേക്ക് നമ്മുടെ മക്കളെ എത്തിക്കുക, അതല്ലെങ്കിൽ ആ സദസ്സുകളിലേക്ക് എത്തിക്കുക എന്ന് നമ്മുടെ ബാധ്യതയാണ്. ഈ ഒരു സംഭവം ചരിത്രത്തിൽ കാണാൻ സാധിക്കും. പിന്നീട് വിലപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാ. നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ തലകുനിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. അവർ ക്യാമ്പസിലായിക്കൊള്ളട്ടെ, എവിടെ ആയിക്കൊള്ളട്ടെ, ഉപ്പയോട് സംസാരിക്കുന്നത് പോലെ, തൻ്റെ ആങ്ങളയോട് സഹോദരനോട് സംസാരിക്കുന്നത് പോലെ അവരോട് കാണിക്കുന്ന അടുപ്പം അതേപോലെ എല്ലാ ക്യാമ്പസുകളിൽ പഠിക്കുന്ന തൻ്റെ സഹപാഠികളോട് അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളോട് അങ്ങനെയല്ല പെരുമാറേണ്ടത്. അവിടെയൊക്കെ ഒരു സൂക്ഷ്മത കാണിക്കാൻ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതൊന്നും പഠിക്കാതെ, ഇതിനൊന്നും അവസരം നൽകാതെ പിന്നീട് നമ്മൾ മക്കളെ കുറ്റം പറഞ്ഞിട്ട് ആ വിഷയത്തിൽ കാര്യമില്ല. അതുകൊണ്ട് ആ വിഷയം ഏറെ ശ്രദ്ധിക്കണം. മാത്രമല്ല, പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിനെ ഭയപ്പെടേണ്ട രൂപത്തിൽ ഭയപ്പെടുന്നത് ഉലമാക്കളാണ്, ദീന് പഠിച്ച ആളുകളാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ഇന്ന അദാബി ലശദീദ്,
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ എന്നുള്ളത് അതികഠിനമാണ്. ഈ ഒരു ആയത്ത് ഓതിയിട്ട് അതിനെപ്പറ്റി ആലോചിച്ച് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരുപാട് കരഞ്ഞു. വളരെ ധീരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഉമർ, താങ്കൾ ഒരു വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വഴിയിലേക്ക് ശൈത്താൻ പോലും പ്രവേശിക്കുകയില്ല. അത്ര ധൈര്യശാലിയും ഈമാനിന്റെ ഏറ്റവും നിറകുടവുമായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം റബ്ബിന്റെ ശിക്ഷയെ ആലോചിച്ചുകൊണ്ട് കരയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളൊക്കെ അൽഹംദുലില്ലാഹ് ഖുർആൻ ഓതിയവരാണ്. അതിന്റെ അർത്ഥം കൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കണം. അതിന് ഒരു തവണ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ അർത്ഥസഹിതം ഓതാൻ നമ്മൾ തയ്യാറാവുക. ഒരുപാട് സമയം എടുത്തിട്ടാണെങ്കിൽ കുഴപ്പമില്ല, ഒരു 5-6 മാസം എടുത്തിട്ടാണെങ്കിലും കൃത്യമായി എന്താണ് നമ്മുടെ റബ്ബ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ വിഷയത്തിൽ നമ്മൾ ഏറെ ശ്രദ്ധിക്കണം. ദീന് പഠിക്കുന്നിടത്തും നമ്മൾ ഖുർആനിന്റെ ക്ലാസ്സുകളിൽ ഉണ്ടാകും. നമുക്ക് ഖുർആൻ ഓതാൻ അറിയാം. നമ്മുടെ മക്കളുടെ വിഷയം അവിടെ കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുമെന്ന മക്കൾ അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അമാനത്താണ്. മക്കളുടെ വിഷയത്തിൽ ഞാൻ സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. മരണപ്പെട്ട് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇദാ മാത ഇബ്നു ആദം ഇൻഖത അമലുഹു, ഒരു മനുഷ്യനെങ്ങാനും ഈ സമയത്ത് മരണപ്പെടുകയാണെങ്കിൽ, ഇന്ന് ജുമുഅക്ക് മുമ്പ് നമ്മൾ മരണപ്പെടുകയാണെങ്കിൽ, ഇൻഖത അമലുഹു, അവന്റെ മുഴുവൻ അമലു സ്വാലിഹാത്തും അവസാനിച്ചു. പിന്നെ അള്ളാഹുവിന്റെ മുന്നിൽ ഒരു സുജൂദ് ചെയ്യാൻ, പിന്നെ ആ ഖുർആൻ എന്നെടുത്ത് മറച്ചുകൊണ്ട് ഓതാൻ നമുക്ക് അവസരമല്ല. ഇന്ന് നമ്മൾ നമസ്കരിച്ച സുബഹി ജമാഅത്ത് നമസ്കാരം പള്ളിയിൽ വന്നുകൊണ്ട് നമ്മൾ നിർവഹിച്ച ആ സുബഹി ജമാഅത്ത് അവസാനത്തെ നിസ്കാരമായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഹദീസ് പറഞ്ഞിട്ട് പ്രവാചകൻ പറയാണ്, ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങൾ ഒഴികെ അവന്റെ ഖബറുകളിലേക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്നതിന്റെ അതിലൊന്ന് പറഞ്ഞത് വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കളാണ്. ആ സ്വാലിഹായ മക്കളെ ലഭിക്കണമെങ്കിൽ അവർക്ക് ദീന് പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. ഉപ്പാക്ക് വേണ്ടി ഉപ്പയുടെ മരണശേഷവും അദ്ദേഹത്തിന്റെ ഖബറിൽ പോയിക്കൊണ്ട് അവിടെ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ഉപ്പാക്കും ഉമ്മാക്കും പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, എല്ലാ 5 നേര നമസ്കാരവും മരണപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ഉപ്പാക്കും ഉമ്മാക്കും പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനയാണ് ഉമ്മാക്ക് ലഭിക്കുക. ആ ഒരു ആത്മവിശ്വാസം, അതല്ലെങ്കിൽ ആ ഒരു കൃത്യബോധ്യവും നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ കൃത്യമായി പള്ളിയിലേക്ക് സുബഹി ജമാഅത്തിൽ പങ്കെടുക്കുന്ന ഒരു പിതാവ് മക്കളെ എല്ലാ ദിവസവും പള്ളിയിലേക്ക് കൊണ്ടുവരും. അവർ പ്രായപൂർത്തിയായി മുതിർന്ന മക്കളായി കഴിഞ്ഞാലും ഉപ്പ മരണപ്പെട്ട് കഴിഞ്ഞാലും അവർക്കാരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. സ്വമേധയാ പള്ളിയിലേക്ക് വരാൻ അവർ തയ്യാറാകും, ദീനരംഗ സജീവമാകും. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാലും ആ മകനിലൂടെ ചോദിക്കുമെന്നാണ്, അല്ലാഹുവേ, ഞാൻ ഇത്രയേറെ കർമ്മങ്ങളൊന്നും അനുഷ്ഠിച്ചിട്ടില്ല, ഇത്രയേറെ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല, എന്തുകൊണ്ടാണ് സ്വർഗത്തിൽ എൻ്റെ ദർജ, എൻ്റെ സ്ഥാനങ്ങൾ ഉയരുന്നത്? അള്ളാഹു നൽകുന്ന മറുപടി വലദുൻ സ്വാലിഹുൻ, നിന്റെ ആ മക്കളിൽ ഒരാളുണ്ടല്ലോ, ഏറ്റവും ദീനിയായി നീ വളർത്തിയ മകൻ, അവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഒരു വിഹിതം നിനക്ക് അവന് കുറയാതെ ലഭിക്കുകയാണ്. സ്വർഗത്തിൽ പോലും മാതാപിതാക്കൾക്ക് ദർജ വർദ്ധിപ്പിക്കുന്ന വിഷയം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ പഠിക്കണം. നമ്മൾ ദീന് പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തെ കൂടി ചേർത്ത് വെക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ ആൺമക്കളും പെൺമക്കളും അവരൊക്കെ ഖുർആൻ പഠിക്കുന്നവരായി മാറണം. അതിനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുക. എല്ലാ സുബഹി നമസ്കാര ശേഷവും അല്പസമയം, മഗ്രിബ് നമസ്കാര ശേഷം അല്പസമയം, ആ ഒരു സമയത്തിന് പ്രത്യേകത ഉണ്ടായിട്ടൊന്നുമില്ല, എങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സമയം നിശ്ചയിച്ച് വീട്ടിൽ എല്ലാവരും പരിശുദ്ധ ഖുർആൻ ഓതുന്ന ഒരു രീതി സംവിധാനം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മളുടെ പിറ്റേക്കാലവും മക്കളൊക്കെ നിർവഹിക്കുന്ന കർമ്മങ്ങൾക്ക് നമുക്ക് പ്രതിഫലം ലഭിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത നിമിഷം നമ്മുടെ മുഴുവൻ സമ്പത്തും മക്കളിലേക്ക് അനന്തരാവകാശം എന്ന നിയമം ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഉപ്പ മരണപ്പെട്ട് കഴിഞ്ഞാൽ സമ്പത്ത് മുഴുവൻ മക്കളിലേക്ക് നീങ്ങിപ്പോകണമെന്ന ഇസ്ലാമിക നിയമം. ആ മക്കള് സ്വതക്ക കൊടുത്താൽ, അവർ സക്കാത്ത് നിർവഹിച്ചാൽ, നമ്മൾ കൃത്യമായി ദീന് പറഞ്ഞു കൊടുത്ത മക്കളാണെങ്കിൽ അവരെ നിർവഹിച്ച അതിൻ്റെ വിഹിതം നമുക്ക് ലഭിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത അവിടെ അവസാനിച്ചു, പിന്നീട് നമുക്കൊരു അവസരമില്ല. അതുകൊണ്ട് ആ വിഷയം ഏറെ ശ്രദ്ധിക്കുക. നമ്മുടെ ഏറ്റവും വലിയ അടയാളമാണ് നമ്മുടെ മക്കൾ. നമ്മുടെ ശരീരത്തിന് അല്ലാഹു, അതല്ലെങ്കിൽ നമ്മുടെ ഭാര്യയിലൂടെ നമ്മളിലൂടെ അല്ലാഹു സൃഷ്ടിച്ച മക്കൾ എന്നുള്ള നമ്മുടെ ഒരു അടയാളമാണ്. ഇന്ന ആളുടെ മകൻ എന്നാണ് പരലോകത്ത് പിതാവിലേക്ക് പേര് ചേർത്തുകൊണ്ടാണ് മഅ്ശറയിൽ വിളിക്കുക. അവിടൊക്കെ പിതാവിനെ അള്ളാഹു ആദരിക്കുകയാണ്. ഇന്ന ആളുടെ മകനായ വ്യക്തി എന്നാണ് അള്ളാഹു വിളിക്കുക. അതല്ലെങ്കിൽ അവിടെ വെച്ചുകൊണ്ട് മഅ്ശറയിൽ വിളിക്കുക, പിതാവിലേക്ക് ചേർത്തി പറയുമെന്ന. അതുപോലെ തന്നെ ഒരു വിഷയം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി
അദ്ദേഹത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ യതീമായി കൊണ്ട് വളർന്ന മഹാനായ ഇമാമാണ് അദ്ദേഹം. ഉപ്പയില്ലാതെ വളർന്നു വന്നതാ. ആരാ വളർത്തിയത്? ഉമ്മയാണ്. 7ാമത്തെ വയസ്സിൽ പരിശുദ്ധ ഖുർആൻ പരിപൂർണമായി ഹിഫ്ളാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു. ഉമ്മ കൊണ്ടുപോയ ഒരു ഉസ്താദിന്റെ കീഴിൽ പഠിപ്പിക്കുകയാണ്. അതിനുശേഷം മക്കത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവിടെ വെച്ചുകൊണ്ട് ദീന് പഠിക്കുകയാണ്. അങ്ങനെ യതീമായ ഒരു വ്യക്തി, ഒരു യതീമായ കുട്ടിയായി വളർന്ന ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ആ ഉമ്മയുടെ തർബിയത്ത് ഉമ്മ കൃത്യമായി പരിചരിച്ചു, പരിഗണിച്ചു, തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു, നന്മകൾ ഉപദേശിച്ചു. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് ദീന് നൽകിയപ്പോൾ ലോകത്തറിയപ്പെടുന്ന ഇമാമായി മാറി. നമുക്കറിയാം, ഇന്നും ഇമാം ഷാഫിയുടെ ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതിന്റെ ഒരു വിഹിതം ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിക്കും അദ്ദേഹം അതിനുവേണ്ടി അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവന്ന ആ ഉമ്മക്കും ലഭിക്കുന്നുള്ളതാ. അതുപോലെ തന്നെയാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. ഉപ്പയില്ലാതെ വളർന്ന മകനാണ്. ഉമ്മ കൃത്യമായി ദീന് പഠിപ്പിച്ചു കൊടുത്തു. ഇന്നും ഹദീസിന്റെ ലോകത്തെ ഏറ്റവും അറിയപ്പെട്ട ഇമാമാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. നമ്മൾ പറയുന്ന ഓരോ ഹദീസും അദ്ദേഹം രേഖപ്പെടുത്തിയതാ. സ്വഹാബികളുടെ അടുത്തേക്ക് പോയി ആ സ്വഹാബികളിൽ നിന്ന് കേട്ട് കൈയോടെ രേഖപ്പെടുത്തിയ ഗ്രന്ഥരൂപത്തിലേക്ക് അദ്ദേഹം ആക്കി. അത് കളക്ട് ചെയ്തു, ശേഖരിച്ചു. അദ്ദേഹത്തിന് ലഭിക്കുന്ന പ്രതിഫലം ആ ഉമ്മ ദീന് പഠിക്കാൻ വേണ്ടി വഴി കാണിച്ചു കൊടുത്ത ആ ഉമ്മക്ക് ലഭിക്കുമെന്നുള്ളതാ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരിമാരെ, നമ്മൾ ഏറെ ഈ വിഷയം ശ്രദ്ധിക്കണം. ദീന് പഠിക്കുന്നിടത്ത് നമ്മൾ മുന്നിലുണ്ടായിരിക്കണം. നമ്മുടെ മക്കൾക്ക് അതിന് വഴി കാണിച്ചു കൊടുക്കണം. പണ്ഡിതന്മാരെ പറഞ്ഞല്ലോ, അൽ ഉമ്മു അവ്വലുൽ മദ്രസ, ഉമ്മയാണ് മക്കളുടെ ആദ്യ പാഠശാല. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു പറഞ്ഞത്, ദീനിയായ മക്കൾ നൽകുക എന്നുള്ളത് അത് പുരുഷന്മാരുടെ ബാധ്യതയാണ്. വിവാഹം കഴിക്കുമ്പോൾ സൗന്ദര്യത്തിനും സമ്പത്തിനും ഒന്നും പരിഗണിക്കണ്ടെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഏറ്റവും പ്രഥമ പരിഗണന എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ അറിയുന്ന അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നുള്ളതാ. അവിടെ വെച്ചുകൊണ്ട് വിജയം ആരംഭിക്കും. അതുകൊണ്ടാണ് മക്കൾ ഉപ്പയിലേറെ സ്വാധീനിക്കുക ഉമ്മമാരെയാണ്. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ട് പ്രിയമുള്ളവർ, ആ രൂപത്തിൽ ദീന് പഠിക്കുന്നിടത്ത് നമ്മുടെ മക്കൾക്ക് അവസരമൊരുക്കാൻ നമുക്ക് സാധിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ മതനിരാസവും അതല്ലെങ്കിൽ പടച്ച റബ്ബിനെ പറ്റിയുള്ള ചിന്തകൾ പോലും വിസ്മരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. മക്കളെ വിദേശത്തേക്ക് അതല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്കൊക്കെ പഠിക്കാൻ അയക്കും. പക്ഷെ തിരിച്ചു വരുമ്പോൾ നമസ്കരിക്കേണ്ടതുണ്ടോ, നോമ്പെടുക്കേണ്ടതുണ്ടോ, എന്താണ് റബ്ബിന്റെ കാര്യങ്ങൾ, അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ട് വരുന്ന രീതിയിലേക്ക് പല കുടുംബത്തിലും കാണപ്പെടുന്നുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് ചെറിയ പ്രായത്തിൽ അവർക്ക് തർബീയത്ത് നൽകിയിട്ടില്ലെന്നാ. ഒരു 15-16 വയസ്സ് വരെ ദീന് പഠിക്കാനുള്ള അവസരം കൃത്യമായി നൽകണം. പടച്ചവനെ പറ്റി അറിയണം. ഉപ്പയും ഉമ്മയും ആരും അറിയുന്നില്ലെങ്കിലും റഹ്മാനായ റബ്ബെന്നെ കാണുന്നുണ്ട്. എൻ്റെ റൂമിലിരുന്നു കൊണ്ട് ഞാൻ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും, ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഖുർആനൊന്നും എൻ്റെ റബ്ബ് കാണുന്നുണ്ട്. ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാൻ തിന്മകളാണ് ചെയ്യുന്നെങ്കിൽ എൻ്റെ റഹ്മാനായ റബ്ബനെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ഉത്തമ ബോധ്യം അതുണ്ടാകണമെങ്കിൽ ദീനിയായിക്കൊണ്ടുള്ള അറിവ് അവർക്ക് ലഭിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. പരിശുദ്ധ ഖുർആൻ ഒരു ആയത്തുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലാഹു വിളിക്കുകയാണ്, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ സ്വന്തം ശരീരത്തെ നിങ്ങൾ നരകത്തിൽ നിന്നും സംരക്ഷിച്ചു കൊള്ളുക. വഅഹ്ലീകും നാറാ, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തെ തൊട്ട് സംരക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ മറ്റൊരായത്ത് കാണാൻ സാധിക്കും, തൽഫഹു വുജൂഹും മുന്നാർ, നരകത്തിലേക്ക് കൊണ്ടുവരുന്ന കാഫിറുകളായിട്ടുള്ള, റബ്ബിനെ നിഷേധിച്ച, റബ്ബിനെ അംഗീകരിക്കാത്ത തിന്മകൾ ചെയ്ത ആളുകൾ, അവർക്ക് അല്ലാഹു ഒന്നാമത് കൊടുക്കുന്നത് തൽഫഹു വുജൂഹും മുന്നാർ, നരകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മുഖം കരിച്ചു കളയുമെന്ന. ആ മുഖം കരിച്ചു കളഞ്ഞാൽ അത് പിന്നെ തിരിച്ചറിയാത്ത രൂപത്തിൽ, ആരാണെന്ന് അറിയാത്ത രൂപത്തിൽ മുഖം ആദ്യം കരിച്ചു കളയുന്ന അള്ളാഹു നൽകുന്ന ശിക്ഷ. നമ്മളൊന്ന് ആലോചിക്കുക, ചെറിയൊരു ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സൈലൻസർ ഒന്ന് കാലിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ എത്ര പ്രയാസമാണ് നമുക്ക്. നരകത്തിൽ പോയി കഴിഞ്ഞാൽ മുഖമാണ് അള്ളാഹു ആദ്യം കരിച്ചു കളയുക. അത് നൽകുന്ന നിന്ദ്യതയാണ്. റബ്ബിനെ ധിക്കരിച്ച് ജീവിച്ച അഹങ്കാരികളായ ആൾക്ക് റബ്ബ് നൽകുന്ന ശിക്ഷ എന്നാ. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മൾ ശ്രദ്ധിക്കുക, അള്ളാഹു പറഞ്ഞ രൂപത്തിൽ കൃത്യമായിക്കൊണ്ട് ദീനിയായിക്കൊണ്ട് പഠിക്കാൻ. അതുപോലെ തന്നെ പ്രവാചകൻ പഠിപ്പിച്ചല്ലോ, ദീന് പഠിച്ചു, മനസ്സിലാക്കി, പ്രവർത്തിച്ചു, അവിടെ അവസാനിപ്പിക്കാൻ പാടില്ല. പ്രവാചകൻ മറ്റൊരു കൽപ്പനയാണ്, അൽ അംറു ബിൽ മഅറൂഫി വന്നഹ്യു അനിൽ മുൻകർ, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. ഉപ്പ ദീനിയായിട്ടൊക്കെ കൃത്യമായി അറിയുന്ന ആളാണ്. കുടുംബത്തിൽ തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ പ്രവാചകൻ പഠിപ്പിച്ചല്ലോ, ആരെങ്കിലും തിന്മ കണ്ടു കഴിഞ്ഞാൽ ഫൽയുഗയ്യിറുഹു ബിയദി, കൈകൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ കൈകൊണ്ട് തടയാന്ന. ഉപ്പയെ സംബന്ധിച്ചിടത്തോളം മക്കളെ കൈകൊണ്ട് ആ തെറ്റ് തിരുത്തി കൊടുക്കാൻ സാധിക്കണം. ഇനി ഫഇല്ലം യസ്തതി, ആ കൈകൊണ്ട് തടയാൻ കഴിയാത്ത കുടുംബത്തിൽ നിന്നല്ല, നമ്മുടെ പരിചയത്തിലുള്ളതല്ലെങ്കിൽ ഫബിലിസാനിഹി, നാവ് കൊണ്ട് പറഞ്ഞു കൊടുക്കണം. ഇത് അല്ലാഹു വിരോധിച്ച കാര്യമാണ്. ഈ മാർഗത്തിൽ ചിലവഴിക്കുന്ന സമ്പത്ത് നാളെ പരലോകത്ത് പ്രയാസപ്പെടും. ഖബറിൽ കൃത്യമായി കൊണ്ട് ശിക്ഷ ലഭിക്കും. സമ്പത്ത് മോശമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത്. അങ്ങനെ
നാവ് കൊണ്ട് തിന്മെന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഇനി അതിനും സാധിക്കുന്നില്ലെങ്കിലോ മൂന്നാമത് പറഞ്ഞു ഫബിഖൽബിഹി, ഹൃദയം കൊണ്ട് ആ വ്യക്തിയെയല്ല ആ ചെയ്യുന്ന പ്രവർത്തനത്തെ വെറുക്കുക. വദാലിക അദ്അഫുൽ ഈമാൻ, അതാണ് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ ഭാഗമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഏറെ ശ്രദ്ധിക്കണം. നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക എന്നുപരിയായി തിന്മകളായി കാണാൻ, നന്മകളായി കാണാൻ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആദർശവും എല്ലാം നമ്മളും പഠിക്കണം, നമ്മുടെ മക്കൾക്കും അത് പകർന്നു കൊടുക്കണം. അതിനുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ചെറിയ മക്കൾക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ധാർമ്മിക വിദ്യാഭ്യാസം നൽകുന്ന ഒന്നാണ് മദ്രസ സംവിധാനം. ആ മദ്രസ സംവിധാനത്തെ നമ്മുടെ മഹല്ലിലെ പള്ളിയിൽ അതിനെ ശക്തിപ്പെടുത്താൻ നമ്മൾ മുന്നോട്ട് വരണം. പലപ്പോഴും കാണാറുണ്ട്, ഏറ്റവും നല്ല സ്കൂൾ തിരഞ്ഞെടുക്കും, ഏറ്റവും നല്ല വിദ്യാഭ്യാസം മക്കൾക്ക് നൽകും, എല്ലാം നല്ലതാണ്, അത് ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. പക്ഷെ അവിടെ ളുഹർ ജമാഅത്ത് അല്ലെങ്കിൽ ളുഹർ നമസ്കരിക്കാനുള്ള ഒരു പ്രെയർ ഹാൾ പോലും ഇല്ല, അല്ലെങ്കിൽ അടുത്ത് പള്ളിയില്ല. ഗവൺമെന്റ് ഓക്കെ, നമുക്കറിയാം ഗവൺമെന്റ് സാഹചര്യമൊക്കെ അങ്ങനെയാണ്, അപ്പോൾ കുറച്ചുകൂടി അടുത്തുള്ള സ്കൂളിലേക്ക് മാറ്റാം. എന്നാൽ പ്രൈവറ്റായി നമ്മൾ ഫീസ് കൊടുത്ത് തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ പള്ളിയുള്ള സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുക. നമ്മുടെ ആൺമക്കളും പെൺമക്കളും നമസ്കരിക്കണം. അവരുടെ വക്ത് നഷ്ടപ്പെട്ട് പടച്ച റബ്ബേ ഉപ്പയാണ് കാരണക്കാരൻ, ഉമ്മയാണ് കാരണക്കാരി എന്ന് പറഞ്ഞ് നമുക്കെതിരെ വിരൽ ചൂണ്ടുന്ന ഒരു സാഹചര്യം പരലോകത്തുണ്ടായിക്കൂടാ. അതുകൊണ്ട് ആ വിഷയം ശ്രദ്ധിക്കുക. ഇനി ഗവൺമെന്റ് സ്കൂളുകളാണെങ്കിൽ നമുക്ക് പള്ളിയും സൗകര്യമൊക്കെ ഉള്ള നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള സ്കൂൾ തിരഞ്ഞെടുക്കാം. അതിനൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. അതുപോലെ തന്നെ പ്രവാചകൻ പറയാണ്, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലി. ആരെങ്കിലും ഒരു നന്മ പറഞ്ഞു കൊടുക്കുകയാണ്, തെറ്റാണ്, ഇതാണ് ശരി എന്ന് പറഞ്ഞു കൊടുത്താൽ, നമ്മൾ പറഞ്ഞു കൊടുത്ത് നമ്മൾ മരണപ്പെട്ടാലും ആ വ്യക്തി ചെയ്യുന്ന നന്മ അതിൻ്റെ ഒരു വിഹിതം നമുക്ക് ലഭിക്കുന്ന. തിന്മയും അങ്ങനെ തന്നെയാണ്. തിന്മ നമ്മൾ പറഞ്ഞു കൊടുത്ത് തിന്മ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ചെയ്യുന്ന തിന്മ എത്രത്തോളം നീണ്ടു നിൽക്കുന്നോ അതിൻ്റെ ഒരു ശിക്ഷ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ഏറെ ആ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. ദീനിയായിക്കൊണ്ട് പഠിക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ നിരീശ്വരവാദവും പല കാര്യങ്ങളും വരുമ്പോൾ അവിടെയൊക്കെ കൃത്യമായി നമ്മുടെ മക്കൾ ഒരുപാട് അറിവുള്ള ആളുകളാണ്. ഭൗതിക വിജ്ഞാനങ്ങളിൽ അവരെ വെല്ലാൻ ആരുമില്ല. അതോടൊപ്പം തന്നെ ദീനീ വിദ്യാഭ്യാസം കൂടി സമന്വയിപ്പിച്ച് നൽകാൻ, അവർക്ക് ചേർത്ത് നൽകാൻ നമുക്ക് സാധിക്കണം. ആ രൂപത്തിൽ ദീനിനെ കൃത്യമായി പഠിക്കുന്നവരെ നമ്മൾ മാറുക. അള്ളാഹുവിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട വിശ്വാസിനികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനി വിദ്യാഭ്യാസം അതല്ലെങ്കിൽ മതപരമായ അറിവുകൾ തേടുന്നതിന് ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹം കുട്ടിയായിരിക്കാൻ, ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തലയിൽ കൈവച്ച് പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ ഈ അനസ് ബിൻ മാലിക് നീ ഒരുപാട് ദീനിയായ അറിവ് നൽകണേ. അതുപോലെ പ്രവാചക മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, പ്രവാചകന്റെ ഉപ്പയുടെ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, അദ്ദേഹത്തിന് തല കൈവച്ച് പ്രാർത്ഥിക്കണം, അള്ളാഹുവേ ഖുർആന്റെ വിഷയത്തിൽ ഇദ്ദേഹത്തിന് നീ അറിവ് നൽകണേ. പിന്നീട് കാണാൻ സാധിക്കും സ്വഹാബികളിൽ പരിശുദ്ധ ഖുർആനിന്റെ വിഷയത്തിൽ മുഫസ്സിറുകളിൽ ഖുർആന്റെ വിശദീകരണത്തിൽ ഏറ്റവും അറിവുള്ള സ്വഹാബി അദ്ദേഹമായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ്. അദ്ദേഹം എപ്പോഴും പ്രവാചകനൊപ്പം ഉണ്ടാവും. പ്രവാചകൻ എന്ത് ചോദിച്ചാലും കൃത്യമായി പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കും. അദ്ദേഹത്തിലൂടെയാണ് പല കാര്യങ്ങളും പല ഹദീസുകളും നമുക്ക് ലഭിച്ചത്. അതുപോലെ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയിലൂടെയാണ് കുടുംബ വിഷയങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നും ഹദീസുകൾ പ്രവാചകൻ നിന്ന് കേൾക്കുകയും അത് രേഖപ്പെടുത്തുകയും അത് അടുത്ത താബികൾക്ക് പകർന്നു നൽകുകയും ചെയ്ത നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ. അവരൊക്കെ ദീനി രംഗത്ത് ഒരുപാട് സേവനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കും ചെയ്യേണ്ട ഒരു കാര്യം ദീനിയായിക്കൊണ്ട് സംശയങ്ങൾ പഠിക്കുക, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു കർമ്മം അള്ളാഹു സ്വീകരിക്കുക രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്നാമത്തത് അൽ ഇഖ്ലാസ്, വളരെ നിഷ്കളങ്കമായി റഹ്മാനായ റബ്ബിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് നമസ്കരിച്ച 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം, ആരെയും കാണിക്കാനോ ഒന്നിനും വേണ്ടിയല്ല, എൻ്റെ റബ്ബിൻ്റെ പ്രതിഫലം മാത്രം കാംക്ഷിച്ചുകൊണ്ടാണ്. ഇനി ആ നമസ്കരിച്ച 2 റക്അത്ത് നമസ്കാരം എന്തായിരിക്കണം? അൽ മുതാബഅത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ മാതൃകയിലുണ്ടായിരിക്കണം. സുബഹിക്ക് മുമ്പ് 2 റക്അത്ത് പ്രവാചകൻ നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്, പ്രവാചകൻ നിസ്കരിച്ചിട്ടുണ്ട്, സ്വഹാബികൾ കണ്ടിട്ടുണ്ട്, ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് എങ്ങനെ നിർവഹിക്കണമെന്ന് അടക്കം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇബാദത്തിന്റെ വിഷയത്തിൽ ഒന്നാമത് അള്ളാഹുവിന് മാത്രമായിരിക്കുക,
രണ്ടാമത്തേത് പ്രവാചകന്റെ മാതൃക ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമസ്കാരമാണെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ നമസ്കരിക്കും. സ്വതക്കയാണെങ്കിൽ പ്രവാചകൻ പറഞ്ഞതുപോലെ നൽകുക. സക്കാത്ത് ആണെങ്കിൽ അതിന്റെ കണക്കും കാര്യങ്ങളും നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ നൽകുക എന്നുള്ളതാണ് അത് സ്വീകരിക്കാനുള്ള മാനദണ്ഡം. കുറേ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നതിനുപരിയായി ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ അതിൽ പിഴവുകളുണ്ടോ, അള്ളാഹു സ്വീകരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഒരു കാര്യം കൂടിയും പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഓരോ വ്യക്തികളും നമസ്കരിക്കുന്ന ആ നമസ്കാരത്തിന്റെ കൂലി 10 കണക്കാക്കുക. ചില ആളുകൾക്ക് 10 പ്രതിഫലം ലഭിക്കും. അത്രയും മനസാന്നിധ്യത്തോടുകൂടി നമസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈകെട്ടിക്കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ അർത്ഥമറിയാം, ഓതുന്ന ആയത്തിന്റെ അർത്ഥമറിയാം, വളരെ ശ്രദ്ധയോടുകൂടി നിർവഹിക്കുന്ന ആളുകൾ സ്വഹാബികളാണ് ആദർശിലേക്കപ്പെടുക. അവർക്ക് പരിപൂർണ പ്രതിഫലം നമസ്കാരത്തിൽ ലഭിക്കും. എന്നാൽ ചില ആളുകൾക്ക് 9 പ്രതിഫലം. അങ്ങനെ പ്രവാചകൻ എണ്ണിയിട്ട് പറയാണ് വാഹിദ്, ചില ആളുകൾക്ക് 1 പ്രതിഫലം ലഭിക്കുള്ളൂ, 9 നഷ്ടപ്പെടും. അവസാനം പ്രവാചകൻ പറയാൻ നിസ്ഫുൻ, ചില ആളുകൾക്ക് 10 വെറും 0.5% അല്ലെങ്കിൽ 1/2 പ്രതിഫലം ലഭിക്കുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ നമസ്കാരമൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. തക്ബീർ നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് നമ്മൾ അറിവുകൾ ആഴത്തിൽ ചെന്ന് വലിയ പണ്ഡിതന്മാരുടെ ആ ലെവലിലേക്കും നമ്മൾ എത്തണമെന്നല്ല ഇസ്ലാം പറയുന്നത്. ഫരീയത്തുൻ അലാ കുല്ലി മുസ്ലിമീൻ, എല്ലാ മുസ്ലിങ്ങൾക്കും നിർബന്ധമായ കാര്യമാണ് എന്ത്? നമസ്കാരം. ആ നമസ്കാരം നമ്മൾ ചൊല്ലുന്ന മുഴുവൻ പ്രാർത്ഥന അത് നമ്മൾ അർത്ഥസഹിതം പഠിക്കുക. ഒരു ഒഴിവ് കഴിവും അള്ളാഹുവിന് പറയാനില്ല. കാരണം വിരൽ തുമ്പിലൂടെ വിജ്ഞാനം തേടാൻ കഴിയുന്ന ആളുകളാണ് നമ്മൾ. ഭൗതികപരമായ എല്ലാ വിഷയങ്ങളും കൃത്യമായി വിരൽ തുമ്പിലൂടെ ആ വിജ്ഞാനം നേടിയെടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ആ സംവിധാനമൊക്കെ ദീനി കൂടി ഉപയോഗപ്പെടുത്തും. നമ്മൾ കൃത്യമായി നമസ്കാരത്തിലെ പ്രാർത്ഥന എന്താണ്, ഞാൻ റബ്ബിനോട് സുജൂദിൽ ചൊല്ലുന്നത്, റുക്കൂൽ എന്താണ് ചൊല്ലുന്നത്, സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് ഞാൻ ചൊല്ലുന്ന റബ്ബനാ ലക്കൽ ഹംദ്, ആ പ്രാർത്ഥന എന്താണ് അതിനർത്ഥം, അത് നമ്മൾ അറിയണം. അതുപോലെ അത്തഹിയ്യാത്ത് ഇരിക്കുമ്പോൾ അത്തഹിയ്യാത്ത്, അതുപോലെ സ്വലാത്തൊക്കെ നമ്മൾ ചൊല്ലുന്നുണ്ട്, അതൊക്കെ അർത്ഥസഹിതം പഠിക്കാനും എന്നിട്ട് നമസ്കരിക്കുമ്പോൾ റഹ്മാനായ റബ്ബിന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന കൃത്യബോധ്യത്തോടു കൂടി മറ്റു ചിന്തകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ആ രൂപത്തിൽ നമസ്കരിക്കാൻ സാധിക്കണം. പ്രവാചകൻ പറഞ്ഞല്ലോ, ഖിൻസബ് എന്ന ശൈത്താൻ, പ്രത്യേകം പേരെടുത്ത ഹദീസിൽ വന്നാണ്, ഖിൻസബ് എന്ന ശൈത്താൻ എന്ത് ചെയ്യും? നമസ്കരിക്കുമ്പോൾ പല ചിന്തകളും നമ്മുടെ മുന്നിൽ കൊണ്ടുവരും. ഉദ്കുറു കഥാ, ബിസിനസിനെ പറ്റി ആലോചിക്ക്, പഠനത്തെ പറ്റി ആലോചിക്ക്, നമ്മുടെ മറ്റുള്ള കാര്യങ്ങളെ പറ്റി ആലോചിക്കുന്ന ചിന്തകൾ ഇങ്ങനെ ഇട്ട് തരുന്ന അത് നമ്മുടെ കൂലിയെ ബാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ കൃത്യമായി ശൈത്താന്റെ ഷർറിൽ നിന്ന് രക്ഷ ചോദിക്കണം. അതുപോലെ പ്രവാചകൻ പറഞ്ഞല്ലോ, നമസ്കരിക്കുമ്പോൾ വല്ല ചിന്തയും മനസ്സിൽ വന്നാൽ ആ സമയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പതുക്കെ ചൊല്ലി ആ ചിന്തയിൽ നിന്ന് വേഗം മാറി നമസ്കാരത്തിൽ മനസാന്നിധ്യം കൊണ്ടുവരണം. അല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്നത് പ്രതിഫലം കുറഞ്ഞുകൊണ്ടായിരിക്കും. അതുകൊണ്ട് ആ വിഷയം ഏറെ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസാന്നിധ്യത്തോടുകൂടി പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ ദീനിയായ കാര്യങ്ങളെ അനുഷ്ഠിക്കാനും അതുപോലെ തന്നെ പ്രവാചകന്റെ സുന്നത്തുകളെ ജീവിപ്പിക്കാനും ദീനിയായിക്കൊണ്ട് നമ്മുടെ മക്കളെ വളർത്തുവാനുമുള്ള തൗഫീക്ക് നൽകി നമ്മേവരെയും അനുഗ്രഹിക്കുമാറാണ്. നമ്മിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, സഹോദരിമാർ, സഹോദരന്മാർ, അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.